ഇനി ഇത് കൂടാതെ നെക്സ്റ്റ് ഇയർ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാമുകൾ, അതായത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, വിളിക്കാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെ ആയിരിക്കും. കൂടാതെ 2026 മെയ് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ബാച്ച് വരും. അതായത് ബിടെക് കഴിഞ്ഞിറങ്ങുന്ന ഒരു ബാച്ച് വരും. അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞിറങ്ങുന്ന ഒരു ബാച്ച് വരും. ഇവർക്കൊക്കെ കേരള PSCയിലോട്ട് വരാനാണെങ്കിൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ബേസ്ഡ് ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതാനാണെങ്കിൽ ഏതൊക്കെ എക്സാം ആയിരിക്കും വിളിക്കാനുള്ളത്. നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു WI പോസ്റ്റിനെ കുറിച്ചിട്ട് മെക്കാനിക്കൽ WI പോസ്റ്റിനെ കുറിച്ചിട്ട് സ്ഥിരമായൊക്കെ വരുന്ന കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജനറലൈസ് ചെയ്ത് സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് ഡിപ്ലോമ ലെവൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറിഗേഷൻ ഈ എക്സാം ഇപ്പൊ നമുക്ക് 2026 ജൂലൈ ഓഗസ്റ്റിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എങ്ങനെ ആയിരിക്കും, അവരിന് പ്രത്യേകിച്ച് കോഴ്സ് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ല ഇതിനകത്തെല്ലാം കവർ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് കുറെ ആൾക്കാർ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരു എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈയുടെ സിലബസിൽ ഇല്ല. എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ പഠിക്കുന്ന സിലബസിന്റെ ഹയർ ലെവലാണ് എക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് ഡിപ്ലോമ വെച്ചുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു. ഡിപ്ലോമയ്ക്കകത്ത് നമ്മൾ WI പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ WI ആയിട്ട് ബന്ധപ്പെട്ട സീനിയർ ഡ്രില്ലറും അതുപോലുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു, സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത വരുന്നത് ഒരു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന ഒരാൾ, ഇപ്പൊ 2026 പാസ് ഔട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിറങ്ങിയിരിക്കുകയാണ്, വേറെ എക്സാം ഒന്നും അപ്ലൈ ചെയ്തിരിക്കാം. സോ അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ എക്സാം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എമോ. ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഇതിനെപ്പറ്റി തോന്നുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ MMA കാര്യം എന്താണ് സാർ എന്നുള്ള കാര്യം. എപ്പോൾ വിളിക്കും, എങ്ങനെ വിളിക്കും, എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഏപ്രിൽ മാസത്തിലാണ് 2026. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പോഡ്കാസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ കോൾ ഇടുമ്പോഴും ക്വസ്റ്റ്യൻ AMEയുടെ. അപ്പോൾ AMEയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കറണ്ട് സ്റ്റാറ്റസ്, നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ കോഴ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമ്മളോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരോട് ഇത് എന്താണ് നമുക്ക് പറയാനുള്ളത് സാറിന് വേവിയുടെ മെന്റർ എന്ന രീതിയിലും വേവിയുടെ മെയിനായിട്ട് ആ സർവീസ് ബാക്കപ്പ് രീതിയിലും. നമസ്കാരം, വെൽക്കം ടു വിന്യാസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിപ്പോൾ 2026 ഏപ്രിൽ മാസത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയായിരിക്കും. അതായത് ഓൾറെഡി കുറെ എക്സാമുകൾ വിളിച്ച് നമ്മൾ കുറെ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ, അതിൻ്റെയൊക്കെ എക്സാമുകളെ പറ്റി നമ്മൾ ഓൾറെഡി 1-2 പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നെക്സ്റ്റ് ഇയർ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാമുകൾ, അതായത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, വിളിക്കാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെ ആയിരിക്കും. കൂടാതെ 2026 മെയ് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ബാച്ച് വരും. അതായത് ബിടെക് കഴിഞ്ഞിറങ്ങുന്ന ഒരു ബാച്ച് വരും. അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞിറങ്ങുന്ന ഒരു ബാച്ച് വരും. ഇവർക്കൊക്കെ കേരള PSCയിലോട്ട് വരാനാണെങ്കിൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ബേസ്ഡ് ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതാനാണെങ്കിൽ ഏതൊക്കെ എക്സാം ആയിരിക്കും വിളിക്കാനുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതിന്റെ സാലറി സ്കെയിൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്ന് സാദിക് സാർ ആയിരിക്കും ഉണ്ടാവുക. സാദിക് സാറ് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്ന വാട്ടർ അതോറിറ്റി ഉണ്ട്, അതുപോലെ ഇറിഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ എക്സാംസ് ഉണ്ട്. അങ്ങനെ കുറെ എക്സാംസ് ഒക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. അതിന്റെ എക്സാമുകളൊക്കെ ഈ പറഞ്ഞ ജൂലൈ മാസം 2026 ജൂലൈ മുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റിലോ പഴയ പോഡ്കാസ്റ്റ് സീരീസ് നമ്മൾ പിൻ ചെയ്തേക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി വരാൻ പോകുന്ന എക്സാം, ഇതൊന്നും അപ്ലൈ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് പാസ് ഔട്ട് ആവാൻ വേണ്ടി പോകുന്ന ഒരാളാണ്, അയാൾക്ക് ഏതൊക്കെ എക്സാം ആയിരിക്കും ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അത് ഏതൊക്കെയാണ് വിളിക്കാനുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് പോകുന്നത്. അപ്പോൾ സാറേ, നമുക്കിപ്പം ഇനി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമുകൾ ഏതൊക്കെയായിരിക്കും? പ്രധാനപ്പെട്ട നമ്മളിപ്പം എക്സാമ്പിൾ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാം ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും പറയുവാണ്. അപ്പോൾ ഇൻ കേസ് നോട്ടിഫിക്കേഷൻ അത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ നിൽക്കില്ല, ഹയർ ക്വാളിഫിക്കേഷൻ നമുക്ക് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഏതായി? അതായത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ മാത്രം മതി, നമുക്ക് ബിടെക്കിനെ പറ്റി പിന്നെ വീട്ടിൽ വേറെ പറയാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാം എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 2 നോട്ടിഫിക്കേഷൻസ് കൂടി ഉണ്ട്. അതൊന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡ്രില്ലറും, അല്ലെങ്കിൽ ഇറിഗേഷൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ആസ്റ്റർ ഗ്രേഡ്. അതെ, ഓവർസിയർ ഗ്രേഡ്. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2023 ഈ 3 എക്സാമും ഒരു കോമൺ എക്സാം ആയിട്ടാണ്, ഒറ്റ എക്സാം ആയിട്ടാണ് നടന്നത്. ഒരൊറ്റ സിലബസ് ഇട്ട് ഒറ്റ എക്സാമും റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് 3 ഇടും, അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2027 കൂടി ഇതിന്റെ എല്ലാം കാലാവധി, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ അല്ല ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അടുത്ത വർഷം നമ്മൾ അതിന്റെ എക്സാം പ്രതീക്ഷിക്കുന്നത്. നിലവിലെ WIക്കകത്ത് അഡ്വൈസർ എങ്ങനെയാണ്? നിലവിൽ നമ്മൾക്ക് 2026 ഏപ്രിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 112ഓളം അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് 2023 കുറച്ചധികം എക്സാമുകൾ നടന്നിരുന്നു. ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കൂടാതെ ബിടെക് ലെവലുള്ള എക്സാമുകൾ നടന്നിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കിട്ടിയ ആൾക്കാർ തന്നെ അതിൻ്റെ ഹയർ കിട്ടുമ്പോൾ അവരതിലേക്ക് മാറിക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നീയോടുള്ള ലിസ്റ്റിൽ നിന്ന് കുറച്ച് റാങ്ക് താഴെ ഉള്ളവർക്കും ജോലിയിലേക്ക് കയറാനുള്ള സാധ്യത കൂടും. എനിക്ക് തോന്നുന്നു ഈ 112 എന്ന് പറയുന്നത് നമ്പർ ഓഫ് അഡ്വൈസ് ആണ്. അപ്പോയിന്റ്മെന്റ് പക്ഷേ കുറവായിരിക്കും. എന്നാല് നമ്മുടെ തന്നെ ഇവിടെ പഠിച്ച കാൻഡിഡേറ്റ്സും കുറെ ആൾക്കാർ AVയിലും WIയിലും ഗവൺമെന്റ് ക്യാപ്റ്റൻ ഉണ്ട്. അവര് WI നിന്ന് മാറി AVയിൽ പോയവരുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു WI പോസ്റ്റിനെ കുറിച്ചിട്ട് മെക്കാനിക്കൽ WI പോസ്റ്റിനെ കുറിച്ചിട്ട് സ്ഥിരമായൊക്കെ വരുന്ന കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജനറലൈസ് ചെയ്ത് സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ക്ലിയർ WI വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിന്റെ പോസ്റ്റിംഗ് വരുന്നുണ്ട്. ഇപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ ആളെ എടുത്ത് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റഡ് ഗൈഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റ്, പിന്നെ ഡ്രാഫ്റ്റ് മാൻ ഗൈഡ്, എല്ലാം ചേർത്ത് നോട്ടിഫിക്കേഷനാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയാം. ഇതിന്റെ പോസ്റ്റിംഗ് പോകുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലെ പോസ്റ്റിലേക്ക് പോകും, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകും. അതുപോലെ തന്നെ പോളിടെക്നിക്കിലേക്ക് പോകും. അതുപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് പോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ജനറൽ സ്കൂളുകളിലേക്കുള്ള പോസ്റ്റും ഉണ്ടാവും. അതിൽ സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കിലും അതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് വർക്ക്ഷോപ്പിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കിപ്പം ഹീറ്റ് എഞ്ചിൻ ലാബുണ്ട്, അല്ലെങ്കിൽ നമുക്ക് FM ലാബുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിന്റെ ചാർജ് വരുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. വർക്ക്ഷോപ്പിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ബേസിക് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടുത്തെ ചാർജ് വരുന്ന രീതിയിലുള്ള ഉണ്ടാവും. അപ്പോൾ കോളേജിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. തിരിച്ചത് നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ വരുമ്പോഴത്തേക്ക് പ്യൂർലി ടീച്ചിങ് ജോലിയായിട്ടായിരിക്കും വരുന്നത്. ഹൈസ്കൂൾ ഉദ്യോഗാർത്ഥികളാണല്ലോ അവിടെ ഉണ്ടാവുക. ഹൈസ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പരിപാടിയാണുള്ളത്. അവിടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എടുക്കുന്ന ഒന്നാശാവാം. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ഉണ്ടല്ലോ, വെൽഡിംഗ് ട്രേഡ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഷിപ്പ് മിറ്റിൽ ഉള്ളവരുണ്ട്. ഓരോ ടെക്നിക്കൽ സ്കൂളിൽ ഓരോ ട്രേഡാണല്ലോ വരുന്നത്. സോ ട്രേഡിന്റെ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ പ്ലസ് അവിടുത്തെ ആ ട്രേഡിനോ, ഇപ്പോൾ വെൽഡിംഗ് ആണെങ്കിൽ വെൽഡിങ്ങിന്റെ ക്ലാസ് എടുക്കണം, അതിന്റെ വർക്ക്ഷോപ്പ് ചെയ്യിപ്പിക്കണം. സോ അതാണ് ഒരു പ്യൂർലി ടീച്ചിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ്. ഇനി നമുക്ക് ജനറൽ സ്കൂളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഹൈസ്കൂൾ, UP ഹൈസ്കൂളൊക്കെ വരുന്ന സ്കൂളുകളിൽ ഈ ഒരു പോസ്റ്റ് ഉണ്ട്. അതിനവിടെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ടീച്ചർ എന്ന് മറ്റാണ് പറയുന്ന പേര്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതയുള്ളത്. അതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ ടീച്ചറിന്റെ സാലറിക്ക് തുല്യമായിട്ടുള്ള സാലറിയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉള്ളത്. 42,900 തോന്നുന്നു ബേസിക് വരുന്നത്. ഇനിയിപ്പം 35% DA ഉണ്ടാവും. മാർച്ച് മുതൽ 35% DA ഉണ്ട്. പിന്നെ HRA ഉണ്ടാവും. HRA ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്ന് പറഞ്ഞ ചിലവ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതിനകത്ത് കുറച്ച് കട്ടിങ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു 58 കട്ടിങ് ഒന്നുമില്ല, 58 പറ്റുന്ന സാലറിയാണ്. ഗ്രോസ് സാലറി 58 വരുമെന്നാണ് തോന്നുന്നത് ലേറ്റസ്റ്റ് വരുമ്പോഴത്തേക്ക്. നമുക്ക് നോക്കാം, സാലറി സീക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. 58 കപ്പിങ് ആയിരിക്കും അതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് കട്ടിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ BF, PM അങ്ങനെയുള്ള കാര്യങ്ങളും NPS എല്ലാം പോകും. ശേഷം കൈ കിട്ടുന്നത് 45 ഫ്രഞ്ച് കൈ കിട്ടുന്നോ നമ്മുടെ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസാണ്. സിലബസിനെ പറ്റി സാറിന് പറയാനുള്ളൂ. സിലബസിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പല എക്സാമുകൾ പോലെ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല വന്നിരിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കുറച്ച് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സിലബസ് തന്നെയാണ് നമുക്കിത് മെക്കാനിക്കൽ ഇതിന് വേണ്ടി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് വേണ്ടി വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഇത് സിലബസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കാത്തവരാണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ സിലബസ് കിട്ടും. ഒരു 10 മൊഡ്യൂളായിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻ, അങ്ങനെ 10 മൊഡ്യൂളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിപ്ലോമ എക്സാമുകൾക്ക് കാണാത്ത എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ബാക്കി നമ്മുടെ കോർ പേപ്പർ തന്നെയാണ്, പക്ഷേ അതിനകത്തൊരു കാര്യം തന്നെയാണ് വരുന്നത്. ഒരുപാട് ഈ പറഞ്ഞ ചവർ പോലും വാരി വെച്ചില്ല. സ്പെസിഫിക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ 10 മാർക്ക് വെച്ചാണ് അല്ലേ? അതെ, 10 മാർക്ക് 100 മാർക്കാണ് വരുന്നത്. ഏതൊരാൾക്കും പഠിക്കാൻ പറ്റിയ ഒരു ബേസിക് ആയിട്ടുള്ള സിലബസ് ആണ്. തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്, ബേസിക്സ് എല്ലാം നല്ലൊരു സിലബസ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതൊരു എക്സാം എടുത്താലും ഏറ്റവും നല്ല സിലബസ്, പഠിക്കാൻ പറ്റിയ സിലബസ് WI മെക്കാനിക്കൽ. കാരണം നമ്മൾ മറ്റ് സിലബസുകളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഈ മൊഡ്യൂൾ ഒരുപാട് വാസ്റ്റ് ആണ്, അതിനുവേണ്ടി നമ്മൾ സമയം കഴിഞ്ഞ 5 മാർക്കിന് വേണ്ടി സമയം കളയുന്നതിന് കാര്യമില്ല. പക്ഷെ ഇത് എല്ലാ മൊഡ്യൂളും ബാലൻസ്ഡ് ആണ്. എല്ലാ മൊഡ്യൂളും പഠിക്കാനും ഏകദേശം ഒരേ സമയം തന്നെ നമുക്ക് എടുക്കുന്നത്. ഡിപ്ലോമ ലെവൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറിഗേഷൻ എക്സാം ഇപ്പോൾ നമുക്ക് 2022 ജൂലൈ ഓഗസ്റ്റിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എങ്ങനെ ആയിരിക്കും, അവരിന് പ്രത്യേകിച്ച് കോഴ്സ് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ല ഇതിനകത്തെല്ലാം കവർ ആവുമോ എന്നൊരു ഡൗട്ട് കുറേ ആൾക്കാർ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരു എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സിലബസിലില്ല.
എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെ പഠിക്കുന്ന സിലബസിന്റെ ഹയർ ലെവലാണ് എയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എയ്ക്ക് പഠിക്കുന്നതിനോട് ഓൾറെഡി എല്ലാം അവർ ആവശ്യമുണ്ട്. പിന്നെ ഡ്രോയിങ് ആൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അതല്ല ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതി അത് ഡിപ്പെൻസ് ആ ഓരോ വ്യക്തികളനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ സിലബസ് കവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒഴികെ ബാക്കി എല്ലാ കണ്ടന്റുകളും ഈ ലെവൽ സിലബസിൽ നമ്മൾ പഠിച്ചു പോകും. ഇപ്പം ഒരു എ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടായിരിക്കും അതെ. അവർ വരുന്നത്. ഇപ്പം അതെ. നമ്മൾ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് നിങ്ങൾ പോസ്റ്റോ വേക്കൻസി നോക്കിയല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ഇലക്ട്രിക് ബോഡിക്ക് പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇലക്ട്രിക് ബോഡി മാത്രമേ പഠിക്കൂ എന്നത് നമ്മൾ പറയാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എ എക്സാമിനോട് പഠിക്കുക, ഇതിലുള്ള എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ബോഡിക്കകത്തുള്ള ഏകദേശം എല്ലാം കവറാവും. പിന്നെ ബേസിക്സും അല്ലാതെ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണും വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ WA കംപ്ലീറ്റ് നമുക്ക് അവിടെ കിട്ടുക. അതുപോലെ തന്നെ എല്ലാ എക്സാമുകളും ബേസിക്കായിട്ട് ഒരു ബിടെക് മെക്കാനിക്കൽ ലെവൽ എക്സാമിന്റെ വിളിക്കുന്ന ഒരു എക്സാം അല്ല ഒരു ക്വാളിഫിക്കേഷൻ വിളിക്കുന്ന ഒരു എക്സാം പഠിക്കുമെന്നത് ഈ പറഞ്ഞ എക്സാം എല്ലാം തന്നെ അവർക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അതെ, അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവരാണ് ലിസ്റ്റ് വരിക. അതല്ലാതെ ഇപ്പോൾ ഒരു എക്സാം വിളിക്കുന്നു, ആ എക്സാമിന് വേണ്ടി പഠിക്കുന്നു, പഠനം സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത വർഷം ഒരു വർഷം ഗ്യാപ്പിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനുവേണ്ടി പഠിക്കുന്നു. അപ്പോൾ അത് എല്ലാ കാലവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ നമ്മൾ പ്രതീക്ഷിച്ചോ പ്രതീക്ഷിക്കാതെ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ബോർഡ് വരുന്നത് അതിന് അവർക്കൊണ്ടൊരു ഒരു ഡൗട്ടായി ചോദിക്കും. സാറേ, ഞാൻ എംടെക് ഹോൾഡറാണ്, ഞാൻ എപിക്ക് മാത്രമേ പഠിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്കും അത് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ബോർഡ് വരുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ഉള്ളവർ അവർ AP എക്സാം മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പോളി മാത്രമേ പഠിക്കുന്നുള്ളൂ, അങ്ങനെയുള്ളവരോട് നമ്മൾ എന്തോ സാധാരണ സാറിന് പറയാൻ എന്താ പറയാൻ? നമുക്ക് അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് തോന്നുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എംടെക് ഉള്ളൊരു ഉദ്യോഗാർത്ഥി, അയാൾ സ്വാഭാവികമായിട്ടും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് ആ ജോലിയിൽ കയറി കഴിഞ്ഞാലും അയാൾ വീണ്ടും അതിൻ്റെ ഹയർ ആയിട്ടുള്ള പോളി ലെക്ചർ പോസ്റ്റിന് വേണ്ടിയിട്ടോ APക്ക് വേണ്ടിയിട്ടോ അയാൾ പഠിക്കും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ APക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഈ പറഞ്ഞ താഴെയുള്ള പോസ്റ്റുകളൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കരുത്. അതായത് ഞാൻ AP പഠിക്കുന്നു, AP മാത്രമേ ഞാൻ എഴുതൂ, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ താഴെ ലെവലിലുള്ള എക്സാമുകളും എഴുതാം. കാരണം എക്സാം എഴുതി സ്വീകരിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ AP വരുന്നത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല ഇല്ല, അവർ എയ്ക്ക് ഒന്ന് പഠിക്കുക, അതെ. A എക്സാം എഴുതുക, അടുത്ത ലെക്ചർ പോളി എക്സാം എഴുതുക. എന്തായാലും എയും ലെക്ചർ പോളിയും APയും ആ ഒരു ക്വാർട്ടറിലായിരിക്കും ഉണ്ടല്ലോ, ഈ ഉടനെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ലെക്ചർ പോളി ആയിരിക്കും മിക്ക തോന്നുന്നു, അതിനിടയ്ക്ക് WA കാണും. അത് കഴിഞ്ഞാൽ മിക്കവാറും AP വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു ദിവസം പോയി AP എന്ന് പറയുന്ന എക്സാം എഴുതാതെ അവർ നേരെ തന്നെ ഈ A എക്സാമിന് പഠിച്ച് കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്താൽ A എക്സാം എഴുതി നോക്കുക. പിന്നെ വന്നിട്ട് അടുത്ത WA എക്സാം എഴുതി നോക്കട്ടെ, അല്ലെങ്കിൽ ലെക്ചർ പോളി എഴുതട്ടെ. എന്നിട്ട് APയിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു 4 എക്സാമിന്റെ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവരോടും പറയുന്നത് എക്സാം എഴുതുന്ന എക്സ്പീരിയൻസ് ആണ് അവിടെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ. നമ്മൾ ഫസ്റ്റ് ദിവസം പോയി കുളത്തിൽ ചാടുന്ന പോലല്ല, സ്ഥിരമായിട്ട് കുളത്തിൽ ഡൈവ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഈ പറഞ്ഞ AP എക്സാം വിളിക്കുന്ന കാലത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ എന്നിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. അവർ ഈ പറഞ്ഞ നേരത്തെ പഠിച്ച് A എക്സാംസ് പഠിച്ച് എഴുതുക, അടുത്ത എക്സാം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് എഴുതി വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ AP എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് AP എന്ന് പറയുന്നത്. ചെറിയ എക്സാം ഒന്നും അല്ല. കേരള പീസ് നടത്തുന്നതിൽ സാലറി സ്കെയിലൊക്കെ തന്നെ ACT പേ സ്കെയിലാണ് വരുന്നത്. സോ അതിനുവേണ്ടി അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ AP എക്സാമിന് മുന്നേ വരുന്ന എക്സാം കൂടി പഠിച്ച് എഴുതുക, കോൺഫിഡൻസ് കൂട്ടി വെക്കുക, എക്സാമിന്റെ പ്രാക്ടീസ് ആക്കി വെക്കുക. സോ അങ്ങനെ ആകുമ്പോൾ അടുത്തൊരു എക്സാം നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പം നമുക്ക് ഡിപ്ലോമ വെച്ചുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഡിപ്ലോമയ്ക്കകത്ത് നമ്മൾ WA പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ WA ആയിട്ട് ബന്ധപ്പെട്ട സീനിയർ ഡ്രില്ലറും അതുപോലുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു, സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത വരുന്നത് ഒരു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന ഒരാൾ, ഇപ്പോൾ 2026 പാസ് ഔട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിറങ്ങിയിരിക്കുകയാണ്, വേറെ എക്സാം ഒന്നും അപ്ലൈ ചെയ്തിരിക്കുക. സോ അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ എക്സാം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇനി നമുക്കിപ്പോൾ ഒരു ബിടെക് ഉദ്യോഗാർത്ഥിയാണ്, ഡിപ്ലോമ കഴിഞ്ഞാൽ ഹയർ ബിടെക് ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ എംടെക് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പോളിടെക്നിക് ലെക്ചറാണ് മെക്കാനിക്കൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ടീച്ചിങ് പാഷനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു A ലെവൽ എക്സാമിൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്കുകൾ അതിൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് എക്സ്ട്രാ എന്ന് പറയുന്നത് കഴിഞ്ഞ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 മാർക്കിന് ഈ ബേസിക് സബ്ജക്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ജേണിയാണ്, ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഇടയ്ക്ക് കയറി വരുന്ന എക്സാമുകൾ ഒരുപാട്, അത് സിമിലർ അല്ലെങ്കിൽ കോമൺ സിലബസ് പോലെ വരുന്ന കുറേ എക്സാമുകൾ ഉണ്ടാവും. അതിലൊന്നാണ് ഈ പറയുന്ന പോളിടെക്നിക് ലെക്ചർ നമുക്ക് പറയാം. ഇപ്പോൾ ഈ എക്സാം ജൂലൈ 2026 ജൂലൈ മുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പത്തിൽ അയാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് കുറേ കണ്ടന്റുകൾ അയാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്ന കുറച്ച് കോർ ടോപ്പിക്കുകളും അഡീഷണൽ ആയിട്ട് പുതിയ സിലബസ് വരുമ്പോൾ ഈ ബേസ് സബ്ജക്ട് ഇൻക്ലൂഡ് ആകൂല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ മാത്രമേ പിന്നെ നമുക്ക് അവിടെ മെയിനായിട്ട് പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഒരു സാലറി സാലറി വേറൊരു ലെവലാണ്. ഇവിടെ ഈ പറയുന്ന വർഷം ഇൻസ്ട്രക്ടർ പോലെയൊന്നുമല്ല. അതിനേക്കാളും പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആണ് വരുന്നത്. ഉള്ള സാലറി വ്യത്യാസം ബേസിക് പ്ലസ് ഡി ഒക്കെ വരുമ്പോൾ നല്ലൊരു സാലറി സൈറ്റ് അതിന് വരുന്നത്. പിന്നെ ബേസിക്കിന്റെ പേ സ്കെയിൽ മാറുന്നതനുസരിച്ച് ഒരു ദിവസം നടക്കുന്ന പലരായിട്ട് അവിടെ നമ്മുടെ സാധാരണ കേരള ഗവൺമെന്റിന്റെ പോലുള്ള സാലറി പെൻഷൻ ഒന്നും അല്ല. അതെ 10,000 രൂപയൊക്കെ ബേസിക്കിന് അതെനിക്ക് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയൊരു വ്യത്യാസം അതിനകത്ത് അടുത്ത പേ സ്കെയിൽ വരുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ വേക്കൻസീസിനെ പറ്റി എന്താ സാമ്യം? വേക്കൻസി വലിയൊരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പൊതുവെ ഇതിൽ അങ്ങനെ വരാറില്ല. ഇപ്പം നമ്മൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അത്ര വലിയൊരു ഹ്യൂജ് നമ്പറിലേക്കൊന്നും ഹ്യൂജ് നമ്പർ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 100+ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 50+ ഒക്കെ ഇപ്പം നിലവിൽ ലിസ്റ്റിൽ നിന്ന് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു മെക്കാനിക്കൽ ഒരു ബിടെക് ലെവൽ എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 50+ എന്നൊക്കെ പറയുന്നത് നല്ലൊരു വേക്കൻസിയാണ് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ അടുത്താണ് റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വേക്കൻസികൾ നമുക്ക് വരും. എപ്പോഴും പറയുന്ന പോലെ വേക്കൻസി നോക്കി നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഏജ് ഇങ്ങനെ കടങ്ങി ബാങ്കിനകത്തൊക്കെ ആദ്യത്തെ 10 വരിക എന്നുള്ളതാണ് കേട്ടത്. 10 വരിക എന്നുള്ളതാണ് ഏറ്റവും ഹയസ്റ്റ്. കാരണം നമുക്ക് 3 വർഷം ലിസ്റ്റ് ഉണ്ട്. ആ 3 വർഷത്തിൽ എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്നൊരു ചിന്താഗതിയല്ല. ലിസ്റ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കയറി പറ്റുക, അതാണ് നമ്മളുടെ ഒരു എയിം ആയിരിക്കേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് ലെക്ചർ. ഇനി നമുക്ക് എന്തൊക്കെ വെച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് AP ആണ്. AP പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ലെവൽ എക്സാമിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ബേസിക് പേ ഈ പറഞ്ഞ ACT ബേസ് പേ വരുന്ന നല്ലൊരു ബേസിക് പേ ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ്. അടുത്ത സാലറി ഈഷൻ വരുമ്പോഴത്തേക്ക് അതിന്റെ ബേസിക് പേ ഒക്കെ മാറും. ACക്ക് അടുത്ത ബേസ് പേ വരുമ്പോൾ ബേസിക് പേ ഒക്കെ മാറും. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന വേക്കൻസി ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് വേക്കൻസീസ് ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു വേക്കൻസി ആണെങ്കിൽ പോലും അത് കിട്ടുക എന്ന് പറയുന്നത് കാര്യമാണ്. അതെ, എന്തായാലും ഒരു 30 റേഞ്ചിലൊക്കെ എന്തായാലും അതിന്റെ വേക്കൻസി സാധാരണ എല്ലാ ലിസ്റ്റിൽ നിന്നും മിനിമം പോകാറുണ്ട്. എനിക്ക് അടുത്ത 2030 വരുന്ന സമയത്ത് കുറെ റിട്ടയർമെന്റ് വേക്കൻസി വരുന്നുണ്ടെന്നാണ് പൊതുവിൽ അറിയുന്നത്. ഓഫീസിലൊന്നും കിട്ടിയ ഡേറ്റ അല്ല. 2030 ഒരു ബൾക്കായിട്ടുള്ള റിട്ടയർമെന്റ് ഒക്കെ വരുന്ന വർഷമാണെന്ന് ഇങ്ങനെ പോയി പറയുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ കുറെ പ്രൊഫസർമാർ ഇറങ്ങുന്നതനുസരിച്ച് ആ പോസ്റ്റ് ഫില്ല് ആകുമെങ്കിൽ ആളെ എടുത്തെല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിന്റെ സിലബസ് കുറെ വ്യത്യാസമുണ്ട് അല്ലേ? അത് നല്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ലെവലിന്റെ ഒക്കെ കുറേ കൂടി ഹയർ ലെവലിൽ നമ്മൾ പഠിക്കണം. പക്ഷെ അതിനകത്ത് സിലബസ് അങ്ങനെ വാസ്റ്റായിട്ട് കിടന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാം ഒരു കോമൺ പാറ്റേണിലുള്ള ഒരു കോമൺ ഏരിയ. അതായത് ഇപ്പൊ APയുടെ ആയാലും അതുപോലെ തന്നെ APയുടെ സിലബസിനകത്ത് വരുന്ന നമ്മുടെ AEയുടെയും ലെക്ചർ പോളിയുടെയും കണ്ടന്റുകളുണ്ടല്ലോ. അത് കൂടാതെ കുറച്ച് കണ്ടന്റ് എക്സ്ട്രാ ആയി കിടപ്പുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ടോപ്പിക്കിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് പൊതുവെ അങ്ങനെ കാണാറില്ല. കാരണം അതങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ചോദിക്കുന്ന ലിമിറ്റേഷൻ ഉള്ള ടോപ്പിക്കുകളാണ്. കുറെ ഡിസൈൻ നമുക്ക് ഒരു ബിടെക്കിന് ഡിസൈൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ട് കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റൻ നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് ചോദിക്കാൻ പറ്റില്ല. പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പൊ സിലബസ് ഒരുപാട് വാസ്റ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ തന്നെ നമ്മളൊരു AE എക്സാമിനും ലെക്ചർ പോളിക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് AP എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം പഠിച്ച് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ മതി. കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ഗേറ്റ് ക്വസ്റ്റൻസ് ഒക്കെ ഒന്നുകൂടി ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പഠിക്കുക. അതായത് ഗേറ്റ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് എത്തുക. കുറച്ചുകൂടെ ക്വസ്റ്റൻസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ എക്സാമിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയല്ലേ. അതാണ് നമുക്ക് എന്തൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കുള്ള അടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നോ. ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഇതിനെപ്പറ്റി തോന്നുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ MMAയുടെ കാര്യം എന്താണ് സാർ എന്നുള്ള കാര്യം. എപ്പോൾ വിളിക്കും, എങ്ങനെ വിളിക്കും, എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഏപ്രിൽ മാസത്തിലാണ് 2026. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 19 വരെ ഉള്ളൂ. അതിനകത്ത് 2025 ജാനുവരി മാസമുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട്. മെയിൻ ലിസ്റ്റ് 19 വരെ ഉള്ളൂ. 19 പേരിനകത്ത് നമ്മുടെ AME സ്റ്റുഡൻസ് ആണ് 5-6 പേര്. അപ്പോൾ അതിനകത്ത് റാങ്ക് നമ്പർ ഇതെല്ലാം നമ്മുടെ AME പഠിച്ച ആൾക്കാരാണ്. നമ്മളെന്ന് മാത്രമല്ല AMEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാർ എല്ലാവരും വന്ന് AME ഇൻക്രീസ് കുറച്ച് താഴോട്ട് പോയാലും അതിനകത്ത് അമൽ CS ഇപ്പൊ AME ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനകത്ത് ടോപ്പ് റാങ്ക് ഒരാൾക്കാർ. അങ്ങനെ കുറെ പേര് NGD കൊടുത്ത് വിട്ടതാണ്. ബാക്കിയുള്ള ആൾക്കാർ മറ്റുള്ള പോസ്റ്റ് കയറി പോയവരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർഷോപ്പ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവരുടെ NGD കിട്ടു. അങ്ങനെ ഈ 19 പേരിനകത്ത് 14 പേര് മെയിൻ ലിസ്റ്റിന്റെ തോട്ടെടുക്കും. സപ്ലി എല്ലാ കാറ്റഗറിയും സപ്ലിമെന്റ് ലിസ്റ്റിനാണ് എടുത്തത്. അല്ലെങ്കിൽ സപ്ലിമെന്ററി മെയിനായിട്ട് അതായത് എല്ലാം 2-3 സപ്ലിമെന്റിലുള്ള, അതായത് സെക്കൻഡ് റാങ്ക് തേർഡ്. അത് വളരെ നാളുകൾക്ക് ശേഷം ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ നാളെ എടുക്കുന്ന ഒരു മെക്കാനിക്കലിലെ PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പം കാണുന്നത്. സപ്ലിമെന്ററി 3 മുസ്ലിം സപ്ലിമെന്ററി 3 ആണ്. അതുപോലെ തന്നെ EW സപ്ലിമെന്ററി 2 ആണ്.
അതൊക്കെ സപ്ലിമെന്ററി തപ്പിക്കൊണ്ടിരിക്കും. ഇനി 5 വരെ മെയിൻ ലിസ്റ്റ് പോകും. ആ 5-നകത്ത് ഇരിക്കുന്ന ജോലിയുള്ളവരൊപ്പം പോകും. ഉണ്ട്. മെയിൻ ചിലപ്പോ അവരൊക്കെ NJD കൊടുക്കും, വീണ്ടും അഡ്വൈസറുടെ എണ്ണം കൂടും, കൂടും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 5 മെയിൻ ലിസ്റ്റിൽ 5 പേര് പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ ലിസ്റ്റ് ക്യാൻസൽ ആവും. ക്യാൻസൽ ആവും. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2020 അല്ലെങ്കിൽ ചിലപ്പോൾ 2027 ആദ്യം പ്രതീക്ഷിക്കാം നമുക്ക്. വരാൻ പോകും അല്ലേ. അത് ഈ പറഞ്ഞ AME എക്സാമും അതുപോലുള്ള എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതെ. മെക്കാനിക്കൽ പോർഷൻസ് എല്ലാം തന്നെ അതിന്റെ സിലബസോടെ ബന്ധപ്പെട്ട് സാറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? സിലബസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ AMBA നമ്മൾ ഓട്ടോമൊബൈൽ പഠിക്കുന്നുണ്ടല്ലോ, ആ ഓട്ടോമൊബൈൽ നമ്മൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ MMBയുടെ ഒരു 80% സിലബസ് അവിടെ കവർ ആയി. പിന്നെ ബാക്കിയുള്ള 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസ്, പിന്നെ കോമൺ ആയിട്ട് IT വരുന്ന ബേസിക് ഇലക്ട്രിസിറ്റി, അങ്ങനെ കുറച്ച് കണ്ടന്റ് എക്സ്ട്രായിൽ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന MME എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ആദ്യം നടന്ന എക്സാം AMBA 2023 ആദ്യം നടന്ന എക്സാം AMBA, അതിനുശേഷം നടന്നൊരു എക്സാമാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ MME എന്ന് പറയുന്നത്. അപ്പോൾ AMBAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാൾ, നന്നായിട്ട് പഠിച്ച ഒരാൾ, വളരെ അനായാസന കയറി പറ്റിയ ഒരു ലിസ്റ്റാണ് MMB ലിസ്റ്റ്. പല ആൾക്കാരും നമ്മുടെ അതെ, കോമൺ ആണ്. അവർ കോമൺ കഴിഞ്ഞാൽ 2 റാങ്ക് ലിസ്റ്റിൽ പോകണം. സാറ് നേരത്തെ പറഞ്ഞ പോലെ AMBAയിൽ കുറച്ച് അടി പോയെങ്കിലും വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് പഠിച്ച് ഈ പറയുന്ന MMBയുടെ ഹയർ റാങ്കിൽ കയറി നിലവിൽ ജോലി ചെയ്യാൻ വേറെ ഇപ്പം നമ്മളിപ്പോൾ അരുണിന്റെ പേര് പറഞ്ഞില്ലേ, അടുത്ത AMEക്ക് അടുത്ത അഡ്വൈസി കയറി പോകാൻ നിൽക്കുക. അവർക്കൊരു NJD അവിടെ ഇന്ത്യയുടെ വീണ്ടും അതുപോലെ ബാക്കിയ ലിസ്റ്റിനകത്തും വേറെ ആരൊക്കെയോ ഒന്ന് പോകും. ടെഡി ഫ്രാൻസിസ് AME അതുള്ളതല്ലേ, ഇതിനെ MBA പിന്നെ രണ്ടാമതിനകത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഇതിനകത്ത് കയറി പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വരുന്നതിനകത്ത് വീണ്ടും ആളെ എടുത്ത് പെട്ടെന്ന് എനിക്ക് 3 വർഷം തേക്കും തോന്നില്ല. നമ്മളെ കഴിഞ്ഞ നോക്കത്തെ പോഡ്കാസ്റ്റ്, ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ് ഇറിഗേഷൻ ഈ എക്സാമിൽ ക്രിക്കറ്റ് ഒരു കാര്യം. ഇറിഗേഷൻ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ അതെ അതെ, അതായത് റാങ്ക് ലിസ്റ്റ് മെയിൻ റാങ്ക് ലിസ്റ്റ് ആളില്ലാത്ത അവസ്ഥയാവും എന്ന് പറഞ്ഞ് അതിന്റെ അതുപോലെ തന്നെ വന്നു നോട്ടിഫിക്കേഷൻ നോക്കാം. അതേ ഒരു സ്ഥിതിയായിരിക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ MMBക്ക് വരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ അത് ഓട്ടോമൊബൈലും മെക്കാനിക്കലും വരുന്ന മറ്റൊരു എക്സാമാണ്. MMBക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഓട്ടോമൊബൈലും മെക്കാനിക്കലും ഉണ്ട്. ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 2 ഡിപ്ലോമ ഉള്ളവർക്ക് വീട്ടിൽ കൂടെ ഒക്കെ അപ്ലൈ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ MMBയുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, നമ്മൾ അതിന്റെ കോഴ്സ് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മളിപ്പോൾ ഈ എക്സ്പെക്റ്റഡ് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ വിന്യാസത്തെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പുതിയ ക്ലാസ്സുകൾ നമ്മൾ ഇതിനു വേണ്ടി റെക്കോർഡ് ചെയ്തിരിക്കുക. സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ്, ഒരാളുടെ മുന്നിൽ നിന്ന് പഠിപ്പിക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചൊക്കെ ഇപ്പോൾ ഇനി നമുക്ക് സിലബസിലൊന്നും കൺഫ്യൂഷൻ ഇല്ല, വ്യക്തമായിട്ടൊരു സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സിലബസിന് മാറാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ടോപ്പിക്കുകളോട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഒക്കെ നേരത്തെ പഠിച്ച് തുടങ്ങാമെന്നുണ്ടെങ്കിൽ കോഴ്സ് നമ്മളൊരു സെറ്റാണ്. നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. ഡബ്ല്യൂയുടെ കാര്യം, W കോഴ്സിനെ പറ്റി, W എക്സാമിനോട് ബന്ധപ്പെട്ട് W പഠിക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പഠിക്കണമെന്നാണ് സജസ്റ്റ്. ഇങ്ങോട്ട് എഴുതി പോകണമാണോ അതല്ല പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കണോ? സാറ് W പഠിക്കേണ്ടവർക്ക് സാറിന് എന്താ ഉപദേശം കൊടുക്കാമല്ലോ? നമ്മുടെ കോഴ്സോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് അതിനകത്തുനിന്ന് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അതായത് ഏതൊരു എക്സാം ആണെങ്കിലും നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ സമയമുണ്ട്. ആ സമയമുള്ള സ്ഥിതിക്ക് നമ്മൾ നോട്ട് എഴുതി പഠിക്കണം. ഇപ്പം നോട്ട് പ്രിന്റബിൾ ഫോർമാറ്റിൽ അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിലും നോട്ട് എഴുതി പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ വായിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് കേൾക്കുക, വായിക്കുക, അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റാണ് നമ്മൾ ഈ എഴുതി പഠിക്കുമ്പോൾ എന്നുള്ളത്. അത് തന്നെയല്ല, നമ്മൾ എഴുതിയ നോട്ട് സ്വാഭാവികമായിട്ടും അതിനോട് നമുക്ക് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. വേറെ നോട്ടിനൊക്കെ തോന്നുന്നതിനേക്കാളും ഇഷ്ടം നമുക്ക് അതിനോടുണ്ടാവും. ആ ഇഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് നമുക്ക് തോന്നും. ഓക്കെ, ഇനിയിപ്പോൾ എക്സാം തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, 6 മാസത്തിലുള്ള എക്സാമാണ്. ആ 6 മാസം നമ്മൾ നോട്ട് എഴുതി കഴിഞ്ഞാൽ സമയം ഉണ്ടാവും. അപ്പോൾ അതാണ് ലോങ് ടൈം കോഴ്സുകളൊക്കെ എല്ലാം നോട്ട് എഴുതി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെ, കാരണം നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് അത് നമ്മളിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചിട്ട് അതേ ഓർഡറിൽ തന്നെ മൊഡ്യൂൾ വൈസ് ആക്കാൻ നമ്മൾ ക്ലാസ്സിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്ലോമ ലെവൽ ക്ലാസ്സുകൾ, അതായത് ബിടെക് ലെവലിലേക്ക് പോകാതെ ആ സിലബസിന് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള സ്റ്റുഡിയോ റിപ്പോർട്ട് ക്ലാസ്സുകളാണ് നമ്മൾ പുതിയതായിട്ട് അതിലേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് കണ്ടന്റുകളേ ഉള്ളൂ, അത് നമുക്ക് കംപ്ലീറ്റ് ആവും, ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം ഈ സംഭവം വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് എഴുതി പോകാനാണ് നമ്മൾ പറയുന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. എനിക്ക് ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു നമ്മളൊരു കംപ്ലീറ്റ് സിലബസ് അതിനകത്ത് ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞ് പഠിച്ച അതിനകത്ത് ബ്രഷപ്പ് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് തോന്നുന്ന W മെക്കാനിക്കലിന്റെ കോഴ്സ് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് മേജറായിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നമ്മളോട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നില്ല. ഇതിന്റെ പോഡ്കാസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ പോളിടുമ്പോഴും ക്വസ്റ്റ്യൻ AMEയുടെ. അപ്പോൾ AMEയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കറണ്ട് സ്റ്റാറ്റസ്, നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ കോഴ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമ്മളോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരോട് ഇത് എന്താണ് നമുക്ക് പറയാനുള്ളത് സാറിന്?
വേവിയുടെ മെന്റർ എന്ന രീതിയിലും വേവിയുടെ മെയിനായിട്ട് ആ സർവീസ് ബാക്കപ്പ് രീതിയിലും സാറിന് എന്താ പറയാനുള്ളത്? അത് മറ്റ് ജോബുകളെ പോലെയല്ല, ഞാൻ ഒരുപാട് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു ഡ്രീം ജോബാണ്. അതുകൊണ്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കാതെ, അല്ലെങ്കിൽ സാറേ ഇനി എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എന്നിട്ട് ഞാൻ പഠിക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഒരുപാട് പേര് നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് ഡ്രീം ജോബാണ്. സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരത്തെ പണിയെടുത്ത് തുടങ്ങുകയാണ്. അപ്പം നിലവിലെ ലിസ്റ്റ് അടുത്ത വർഷം 2027 സെപ്റ്റംബർ മാസത്തോട് തീരുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വർഷം നോക്കാനും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ പറയാൻ കാരണം. 2024 നോട്ടിഫിക്കേഷൻ വരുമെന്നും 27 ആദ്യം അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് എക്സാം നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് പഠിച്ചു തുടങ്ങണം. അത് യാതൊരു സംശയമില്ല. കാരണം എല്ലാ AMD എക്സാമുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നുണ്ട്. 5 to 6 മാസമാണ് മാക്സിമം ഗ്യാപ്പ് കിട്ടുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെത്തുമായിരിക്കും. പക്ഷേ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ AMD നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെവി ലെസൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ സിലബസ് ഒക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നോട്ടിഫിക്കേഷൻ ഈ വർഷം എന്തായാലും വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ. ഏപ്രിൽ വരുമെന്നുള്ളതായിട്ട് നമുക്ക് യാതൊരു കൺഫർമേഷൻ ഇല്ല. ഒരു RTയുടെ റിപ്ലൈ കറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പം ഞാൻ അപ്ഡേഷനോ കാര്യങ്ങളോ നോക്കി എന്താറിയാമോ അത് നമുക്കും അറിയാം. അതെ. എല്ലാവരും സോണോ ആയിരിക്കൊന്നുമില്ല. പിന്നെ അതിനകത്തുള്ള പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ ലൈവിൽ കയറുന്നൊരു ബാച്ച് അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു ആഗ്രഹപ്പുറത്ത് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയത്തില്ലേ, ഒരു ഡ്രീം ജോബിന് വേണ്ടി ആഗ്രഹപ്പുറത്ത് പഠിക്കുന്ന ആൾക്കാർ നമ്മൾ വേറെ ഏത് കോഴ്സ് എടുത്താലും ഇപ്പൊ എക്സാമ്പിൾ പറയാൻ 100 പേരുള്ള ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 10 പേരായിരിക്കും ലൈവിൽ കയറുന്നത്, അല്ലെങ്കിൽ ഒരു 8 പേരായിരിക്കും ലൈവിൽ കയറുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. 100 പേരുള്ള ഒരു എക്സാമ്പിൾ പറയാം, 100 പേരുള്ള ഒരു ലൈവിനകത്ത് ഏകദേശം 40 പേരോളം അല്ലെങ്കിൽ ഒരു 30 പേരോളം സ്ഥിരമായിട്ട് ലൈവ് നമുക്ക് ലൈവ് MCQ ഡിസ്കഷൻ ആണല്ലോ. ലൈക്ക് കണ്ടന്റ് കംപ്ലീറ്റ് കണ്ടിട്ട് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സിലായിട്ട് ഫാക്കൽറ്റി കാണുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. ആ ഒരു ബാച്ചിന്റെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു ബാച്ച് 2 അപ്പോൾ അത്രയും കുട്ടികൾ ലൈവിൽ കയറുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ അവരത്രയും പഠിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്തൊരു പ്രത്യേകത, നമ്മൾ ആപ്പിനകത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ ഒരു ക്ലാസ് നമ്മൾ റീ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് നമ്മൾ റീ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അപ്പം പോവുകയും അവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു തവണ ഒരു വീഡിയോ ഒന്ന് റീ അപ്ലോഡ് ജസ്റ്റ് ഒരു എഡിറ്റ് ഉണ്ടായിരുന്നു. ആ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അപ്പൊ തന്നെ വീഡിയോ വന്നത്, സാർ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ കാണുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് എല്ലാ വീക്കിലും നമ്മൾ 2 ലൈവ് വെച്ച് ക്വസ്റ്റൻ ഡിസ്കഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഷെഡ്യൂൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തിരുത്തിയ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിൽ പെട്ടതല്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്, കൂടുതലായിട്ട് ആൾക്കാർ പഠിക്കുന്നു, പഠിച്ചു പോകുന്നു. MBA എന്ന് പറയുന്നത് ഡ്രീം ജോബിന് വേണ്ടി പ്രിപ്പയർ ആകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ 2 ബാച്ചിലായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ തന്നെ അത്യാവശ്യം 1 ടൈം സിലബസ് കവർ ചെയ്യാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഇതുപോലെ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപാട് ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലായിടത്തും കുട്ടികളൊന്നും പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും പഠിക്കാതെ മാറി നിന്നിട്ട് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സെൽഫായിട്ട് പഠിക്കുക. ഇവിടെ ഈ ചേർന്ന് പഠിക്കുക. അതിൻ്റെ AMD എക്സാമിൻ്റെ കോമ്പറ്റീഷൻ വേറെ, അത് വേറൊരു ലെവലാണ്. അത് സിലബസ് ഭയങ്കര കട്ട് ചെയ്യാനൊന്നുമല്ല. നിങ്ങൾ വരുത്തുന്ന ഓരോ പിഴവുകളും ഒരു 0.33 മാർക്ക് നെഗറ്റീവ് വന്നാൽ പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് AMD എന്ന് പറഞ്ഞാൽ. അത്രമാത്രം കണ്ണിങ് ആയിട്ടാണ് ആൾക്കാർ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കോമ്പറ്റീഷൻ നമ്മുടെ ബാച്ചിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നതാണ്. ഇഷ്ടംപോലെ ഡൗട്ടുകൾ രാവിലെ എണീക്കും. കാരണം ഈ മറ്റേ GCC കൺട്രീസിനൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. അവർ സമയം വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നന്നായി ഉറങ്ങുന്ന സമയത്ത് പാകിസ്ഥാനത്തൊക്കെ അത്യാവശ്യം നല്ല പണിയെടുക്കുന്നവരാ. എന്നിട്ട് രാത്രി കുറച്ച് 12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അതെ, എന്നിട്ട് അമ്പിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെത്രമാത്രം ഉഴപ്പാണെന്നുള്ളത് ഈ പഠിക്കാതിരിക്കും ചിന്തിക്കണം. ഒരു 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അതിനകത്ത്. എന്നിട്ട് അവർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ഉറക്കം കളഞ്ഞ് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ പോലീസ് ജോലി ചെയ്യാൻ എത്രയോ വിദ്യാർത്ഥികളുണ്ടെന്ന് അറിയാം AMD. ഇതെല്ലാം ഒരുപാട് പേര് ട്രെയിനിങ്ങിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരാഗ്രഹം ഇപ്പം അവർ AMD ആഗ്രഹിച്ച് ചിലപ്പോൾ പോലീസ് ആവാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഫയർഫോഴ്സിനകത്ത് കളിക്കുന്നവരുണ്ട്. അവരടുത്ത AMD തൊട്ടായിട്ട് പണി തുടങ്ങിപ്പോയി. ഇവരെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടിരുന്നിട്ട് കിട്ടുന്ന 4-5 മണിക്കൂറിനകത്ത് സമയത്തൊക്കെ പഠിക്കുന്നവരാണ് ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെ ഇപ്പം തന്നെ നമ്മുടെ കോഴ്സ് എടുത്ത് വെച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല, ഈ വിദ്യാർത്ഥികളിൽ 2 ടൈപ്പുണ്ട്. ഒരു ദിവസത്തെ ആഗ്രഹപ്പുറത്തുനിന്ന് കോഴ്സ് എടുക്കും, പിന്നെ അത് ഓപ്പൺ ആക്കത്തൂരില്ല. പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം ഓപ്പൺ ആക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ
പഠിച്ചു തുടങ്ങാമല്ലോ. നമ്മള് മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷെ കൂടുതലും സംഭവിക്കുന്ന ഒരു കംഫർട്ട് സോണിലായിരിക്കും അവർ. അതെ. ഒരിക്കലും നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ പിന്നീട് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാവൂല. അതവരുടെ കുറ്റമല്ല, അത് മാനുഷികമായിട്ടൊരു ഇതാണ്. അപ്പൊ ആ ലിസ്റ്റിൽ വന്ന പല ആൾക്കാരും പല ഇന്റർവ്യൂസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ എംബിഎ മാത്രമല്ല, ഏതൊരു PSC എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണെങ്കിലും അയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അയാൾക്ക് ഒരു സ്ട്രഗിൾ ചെയ്തൊരു പീരീഡ് ഉണ്ടാവും. അതൊരു കംഫർട്ട് സോണിലല്ല അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇത് കാര്യമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ജേർണലിസ്റ്റ് പറയുവാണെങ്കിൽ WA മെക്കാനിക്കൽ എന്ന് പറയുന്ന എക്സാം ആയിരിക്കും ഒരു ഡിപ്ലോമ ബേസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ നെക്സ്റ്റ് വരാനുള്ളത്. ഒരു വീട്ടുകാർക്ക് എഴുതാൻ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കോഴ്സോ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ MME എന്ന് പറയുന്ന ഒരു പോസ്റ്റ് IT ആയിട്ടുള്ള അധ്യാപക വ്യവസ്ഥയാണ്. സോ അത് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ലൊരു പോസ്റ്റാണ്. അതും കൂടാതെ AMVയുടെ കാര്യം പറയും. പിന്നെ ലെക്ചർ കൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ APയുടെ കാര്യം പറഞ്ഞിരുന്നു. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സ്പെസിഫിക്കലി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ കോൺടാക്ട് നമ്പറിലോ നിങ്ങൾ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.